നമുക്കൊരു സിഗ്നേച്ചർ അവശേഷിപ്പിക്കണം എന്ന് തോന്നാറില്ലേ എപ്പോഴും? നമ്മളിവിടുന്ന് പോണതിന് മുമ്പ് ഒരു സിഗ്നേച്ചർ എനിക്ക് തോന്നാറുണ്ട്. നമ്മളൊരു ചരിത്രമായിരിക്കും. യെസ്, നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സിഗ്നേച്ചർ. ഞാൻ ഒരിക്കലും ഇതുവരെ ഇന്ന് വരെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ടില്ല. എനിക്കറിയാതെ എടുത്താൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഈ ടൈം പങ്ക്ച്വാലിറ്റി നിങ്ങൾ കീപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇന്നിൽ ജീവിക്കാൻ സാധിക്കും. പാസ്റ്റിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ അനുഭവിച്ചു, ഇങ്ങനെ അനുഭവിച്ചു, പരാതികൾ, പരിവട്ടങ്ങൾ ഒക്കെ പറഞ്ഞ് പദം പറഞ്ഞ് കരയുന്ന ധാരാളം സ്ത്രീകളെ കാണാം. ഇന്നത്തെ പോസിറ്റീവായ എനർജി കൊടുക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് നാളെ ഫ്ലറിഷ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രതീക്ഷയാണ് ഫ്യൂച്ചറിനെ കണക്ട് ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം നമ്മൾ മൊബൈൽ എടുക്കുന്നു. ആരെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ എന്തായി, വീണ്ടും നമ്മുടെ ചിന്തകൾ നമ്മൾ ആ ബെഡിൽ കിടന്നത് തന്നെ ഈ ചിന്തകൾ. അപ്പോൾ സമയം പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയെ ബുദ്ധിമുട്ടിച്ചു, പുറത്തുനിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചു, അത് നിങ്ങൾക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി, നിങ്ങളുടെ പ്രാഥമിക കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. സമയത്തിന് വില കൊടുക്കാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നലെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 24 hours എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എവിടെയെന്നാണ് മനസ്സിലാക്കുന്നത്? ഇന്നിൽ നിന്ന് മനസ്സിലാക്കണം. നമ്മളൊക്കെ ജീവിക്കുന്നത് ഇന്നലകളിലും നാളുകളിലുമാണ്. എന്തിനു നമ്മൾ ഇന്ന് ജീവിക്കണം എന്നത് വലിയൊരു ചോദ്യമാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഷാഹിദ ഷേഖാണ്. നമസ്കാരം. നമസ്തേ. അപ്പം ഇന്നിൽ ജീവിക്കുക. എല്ലാവരും ചിലപ്പോൾ ഇന്നലകളിലായിരിക്കാം, അല്ലെങ്കിൽ നാളുകളിലായിരിക്കാം, വരാൻ പോകുന്ന കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജീവിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്താണ്? അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ജീവിക്കുന്നുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. നമുക്കൊരു സിഗ്നേച്ചർ അവശേഷിപ്പിക്കണം എന്ന് തോന്നാറില്ലേ എപ്പോഴും? അതെ. നമ്മളിവിടുന്ന് പോണതിന് മുമ്പ് ഒരു സിഗ്നേച്ചർ എനിക്ക് തോന്നാറുണ്ട്. നമ്മളൊരു ചരിത്രമായിരിക്കും. യെസ്, ചരിത്രം എന്നിലൂടെ സഞ്ചരിക്കണം. നാളെ ഒരിക്കലും നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം നമ്മുടെ പേരക്കിടാങ്ങളോ അല്ലെങ്കിൽ നമുക്ക് പിന്നാലെ വരുന്ന ഏതെങ്കിലും 2-3 തലമുറകൾ ശേഷമുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും ഒക്കെ നമ്മളിലൂടെ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവശേഷിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നിൽ ജീവിക്കണം. ഒരു വൃക്ഷത്തണലിൽ നമ്മൾ പോയി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കാറുണ്ട്. അവിടെ ഒരു കിളിക്കൂട് കാണാം. നമ്മളപ്പോൾ ഇവിടെ ഒരു പക്ഷിക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു, ഒരു പക്ഷിക്കുടുംബം ഉണ്ടായിരുന്നു. ആ പക്ഷി, ചെറിയൊരു പക്ഷി, ഒരു കമ്പെടുത്ത് നമ്മൾ അടിച്ചാൽ വീണ് അതിൻ്റെ ജീവൻ പിടയുന്ന ആ ഒരു പക്ഷി അതിനേക്കാൾ വലിയ കമ്പെടുത്ത് കൊണ്ടുവന്ന് നാരുകൾ എടുത്തുകൊണ്ടുവന്ന് വളരെ ബ്യൂട്ടിഫുള്ളായൊരു നെസ്റ്റ് ഉണ്ടാക്കും, കുടുംബം ഉണ്ടാക്കും. അവിടെ മുട്ടയിട്ട് പെരുകി അതുങ്ങൾ പറന്നു പോവുകയും ചെയ്യും കാലങ്ങൾ കഴിയുമ്പോൾ. പക്ഷെ അവിടെ അവശേഷിപ്പിച്ചത് എന്താ? കൂട് മാത്രം. കൂട്. അതൊരു തെളിവാണ്. നമ്മൾ വെറുതെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പക്ഷിക്കൂട്, അത് കാക്കക്കൂടോ, എന്താണത് എന്നൊക്കെ നമ്മൾക്കൊരു ചർച്ചയാവും. അത് കുറച്ച് നേരം നമ്മളവിടെ നിൽക്കുന്നുള്ളായിരിക്കാം. ആ വെയിലിൻ്റെ ആധിക്യം മാറിക്കഴിയുമ്പോൾ നമ്മൾ ആ തണൽ ഉപേക്ഷിച്ച് പോവും. ആ നിൽക്കുന്ന സമയത്ത് നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരിക്കും. എന്ത് മനോഹരമാണല്ലേ ആ കൂട്, നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, അതൊക്കെ സമ്മതിക്കണം കേട്ടോ എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് നാട്ടുഭാഷയിൽ പറയുന്നൊരു കാര്യമാണ്. ഇതുപോലെ നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സിഗ്നേച്ചർ ഇവിടെ അവശേഷിപ്പിക്കേണ്ടത് ആവശ്യകതയുണ്ട്. അത് നമ്മൾ പ്രസൻറ്റിൽ ജീവിച്ചാൽ മാത്രമാണ് നാളെ വരുന്ന ഫ്യൂച്ചറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പാസ്റ്റിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ അനുഭവിച്ചു, ഇങ്ങനെ അനുഭവിച്ചു, പരാതികൾ, പരിവട്ടങ്ങൾ ഒക്കെ പറഞ്ഞ് പദം പറഞ്ഞ് കരയുന്ന ധാരാളം സ്ത്രീകളെ കാണാം. സ്ത്രീകളെ എന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. പുരുഷന്മാർക്കത് കുറവാണ്. അവർ കൂടുതൽ ഇന്ന് ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. അപ്പോൾ പറയുന്നവരുണ്ട് കേട്ടോ, കുറഞ്ഞ ശതമാനം. പക്ഷേ ഇങ്ങനെ പറയുന്ന പണ്ടത്തെ അമ്മമാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ സംഭവിച്ചു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ കാര്യങ്ങളായിരിക്കും. എത്രയോ 40-50 വർഷങ്ങൾക്ക് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. അമ്മുമ്മയുടെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ കാലഘട്ടം വന്നപ്പോഴും അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല. ദാരിദ്ര്യം, ദുഃഖം, ബുദ്ധിമുട്ട്, ഈ പറയുന്നതൊക്കെ ദാരിദ്ര്യത്തെക്കുറിച്ചും ദുഃഖങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമാണ്. എന്നാൽ നല്ല കാര്യങ്ങളെ പറയൂ, നിങ്ങൾക്ക് അതൊരു പ്രചോദനമാവും. പറയുന്നവരുണ്ട്, പക്ഷെ എന്നാൽ കൂടിയും ഏറിയ പങ്കും പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇത് ഇന്നിനെയാണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ സംസാരിക്കുന്നത് എവിടെ നിന്നിട്ടാ? ഇന്നലെ പ്രസന്റിൽ നിന്നിട്ടല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ ആ പെയിൻ വീണ്ടും നിങ്ങൾ എടുക്കുകയല്ലേ. അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ പെയിൻ കരയുകയും ചെയ്യും. പദം പറഞ്ഞ് കരയുക എന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ കഴിഞ്ഞു പോയ, അത് നഷ്ടപ്പെട്ട് അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു സ്കാറൊക്കെ മായ്ച്ചു കളഞ്ഞ് നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോഴും ഇത് തന്നെ വീണ്ടും പദം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ എനർജി വീണ്ടും വന്നിട്ട് നമ്മളുടെ ഇന്നിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ നാളെ എന്തായി?
ഇന്നത്തെ എനർജി, ഇന്നത്തെ പോസിറ്റീവായ എനർജി കൊടുക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് നാളെ ഫ്ലറിഷ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്താ പറയുക, ബ്ലാസ്റ്റ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ കേട്ടോ. ബ്ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പൊട്ടിത്തെറി എന്ന് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഇന്നിൽ നിങ്ങൾ ജീവിച്ച് ഇന്നത്തെ എനർജി എടുത്ത് അതിനെ കണക്ട് ചെയ്യുക. ഫ്യൂച്ചറിൽ ഇങ്ങനെ ഉണ്ടാകുമല്ലോ എന്നുള്ള ഉത്കണ്ഠയും വേണ്ട, അതും പാടില്ല. അയ്യോ ഇങ്ങനെ എനിക്ക് ചെയ്യണം, ഇങ്ങനെ എത്തണം. നമ്മൾ ആദ്യം വെൽത്ത് മാസ്റ്ററിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഉള്ള ആ ഒരു മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഉള്ള ഫ്യൂച്ചറിൽ നടക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചല്ലേ നമ്മൾ ആ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇന്നുകൊണ്ട് കണക്ട് ചെയ്ത് ആശങ്കപ്പെടുത്താൻ വേണ്ട, സംശയം കൊടുക്കണ്ട. നിങ്ങൾക്ക് ഇന്ന് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്കിന്നൊരു ഒരു 16 മണിക്കൂർ എടുക്കാം നമുക്ക്. നമ്മുടെ 21 ഡേയ്സിൻ്റെ ഒരു തെറപ്പി സെഷൻസ് ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, 8 hours നിങ്ങൾ ഉറങ്ങിക്കോളൂ, വൃത്തിയായിട്ട് ഉറങ്ങണം. 16 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യണം. 8 മണിക്കൂർ നിങ്ങളൊരു ജോലിയിൽ, നേരത്തെ പറഞ്ഞില്ല 5 വിധത്തിലുള്ള വരുമാനം നമ്മൾ എങ്ങനെ ഉണ്ടാക്കും. 16 മണിക്കൂറിൽ 8 മണിക്കൂറുള്ള ഒരു ജോലിയിൽ നിങ്ങൾ വ്യാപൃതരാവുക. കൃത്യമായ ഒരു ബേസിക് ഇൻകം ഉണ്ടാക്കാനായിട്ട് നിങ്ങളതിൽ വ്യാപൃതരാവുക. അതിനുശേഷമുള്ള 8 hours ഇല്ലേ, ഇതിനെ 4 തിരിക്കുക. 4 മണിക്കൂർ കൊണ്ട് നിങ്ങളുടേതായ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, വീട്ടു ജോലികളായിരിക്കാം, വാഷ് ചെയ്യുന്ന അങ്ങനെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഇതിനെയെല്ലാം നിങ്ങൾ ബാലൻസ് ചെയ്ത് ഓരോ ടൈം ടേബിൾ അനുസരിച്ച് ഇത്ര ടൈം എന്ന് വയ്ക്കുക. ബാക്കിയുള്ള 4 മണിക്കൂറിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ ഒരു ദിവസം ഒരു ടോട്ടൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ ഒരു മാസം നിങ്ങൾ ഉണ്ടാക്കുന്ന ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു ക്വാർട്ടർ ഭാഗം നിങ്ങൾക്ക് ആ 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ അതൊരു വരുമാനമായി. അത് പല വിധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം 3 വരുമാനമായില്ലേ. പിന്നെ ഇതിൽ നമുക്ക് ഒരാളെ ലേൺ ചെയ്ത് കൊടുക്കാൻ അടുത്ത ഒരു 4 മണിക്കൂറിൽ വീണ്ടും 3 മണിക്കൂർ ബാലൻസ് ഉണ്ടല്ലോ, 1 മണിക്കൂർ നമുക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ക്ലാസ്സോ മറ്റു കാര്യങ്ങളോ കൊടുക്കാനാണെങ്കിൽ അതിലും ചെറിയൊരു വരുമാനം. ഇന്നത് കിട്ടണമെന്ന് നിങ്ങൾ ഒരിക്കലും വാശി പിടിക്കരുത്. കിട്ടുന്നത് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്താ, ഈ 16 മണിക്കൂർ നമുക്ക് ഒരു ദിവസമല്ലേ, 24 hours അല്ലേ. എനിക്കും 24 hours ഉണ്ട്, നമുക്ക് 2 കൂട്ടർക്കും 24 hours ഉണ്ട്. അപ്പോൾ ഈ 24 hours എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എവിടെയെന്നാണ് മനസ്സിലാക്കുന്നത്? ഇന്നിൽ നിന്ന് മനസ്സിലാക്കണം, ഈ ദിവസത്തിൽ നിന്ന് മനസ്സിലാക്കണം. അതിങ്ങനെ ചെയ്യാമല്ലേ, നാളെ അങ്ങനെ ചെയ്യാമല്ലേ, മറ്റന്നാൾ അങ്ങനെ ചെയ്യാം, അതിലൊരിക്കലും പോകരുത്. നാളെ ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ചെയ്ത് വെച്ചാൽ നാളെയിലേക്ക് നിങ്ങൾക്ക് ആ ഫ്രൂട്ട് കഴിക്കാം. ഇന്ന് ചെയ്തു വെക്കാനുള്ള മനസ്സില്ലാതെയാണ് നാളെ ആവട്ടെ. മിക്കവാറും ആളുകൾ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ, ഞാൻ ഒരിക്കലും ഇന്ന് വരെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ടില്ല. എനിക്കറിയാതെ എടുത്താൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എന്തിനാ അത് ചെയ്യുന്നേ? ഇന്ന ഒരു 2026 പിറന്നിട്ട് വേണോ നിങ്ങൾക്ക് 25 ലാസ്റ്റ് 31 ഡിസംബറിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ? വേണ്ട. നിങ്ങൾ ആ 31 ഡിസംബറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ 1 ജാനുവരിയിൽ നിങ്ങൾക്കത് വൃത്തിയായിട്ട് കുറച്ചുകൂടെ പ്രാവീണ്യത്തോടുകൂടി എക്സ്പീരിയൻസോടുകൂടി ചെയ്യാൻ കഴിയും. ഓരോ ദിവസവും വൃത്തിയായി ചെയ്യാൻ പറ്റും. പകരം എന്താ, നാളെ ആവട്ടെ. നാളെ ചെയ്യുമ്പോൾ നാളെ നിങ്ങൾ ആ കറക്റ്റ് സമയം രാവിലെ വൈകി പോയി എഴുന്നേറ്റപ്പം 6 മണിക്ക് എഴുന്നേക്കാന്ന് ഓർത്താണ്, എന്നാലും തെറ്റിപ്പോയി. പോട്ടെ, അടുത്ത ദിവസം 2-ാം തീയതി 6:30 ആയിരിക്കും എഴുന്നേക്കുന്നത്. കാരണം എന്താ, 6 മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു പോലുമില്ല എങ്കിലല്ലേ 2-ാം തീയതി 6:30 5:30 എഴുന്നേക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ലാഗ് ചെയ്യും. 4 ദിവസത്തിൽ കൂടുതൽ ലാഗ് വന്നാൽ പിന്നെ അത് പോയി, തീർന്നു, നമുക്ക് പിടിക്കാൻ പറ്റില്ല. 4 മിനിറ്റ് ലാഗ് വരരുത്. ഫസ്റ്റായിട്ട് നിങ്ങൾ പങ്ക്ച്വാലിറ്റി, ടൈം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾക്ക് 2 കൂട്ടർക്കും 24 മണിക്കൂറേ ഉള്ളൂ എന്ന് പറയുന്നത്. ഈ ടൈം പങ്ക്ച്വാലിറ്റി നിങ്ങൾ കീപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇന്നിൽ ജീവിക്കാൻ സാധിക്കും. വെറുതെ നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ട്, മറ്റുള്ളവരുടെ ഓരോ വിശേഷങ്ങൾ കണ്ട്, മറ്റു കാര്യം എല്ലാം വേണം. ടെക്നോളജി നമ്മൾക്ക് വളർന്നു വരാനുള്ള നോളജ്, അവയർനെസ് തരുന്ന ഒന്ന് തന്നെയാണ്. ഒരിക്കലും അതിനെ ഇഗ്നോർ ചെയ്യരുത്, അവോയ്ഡ് ചെയ്യരുത്, മനസ്സിലാക്കിയിരിക്കണം. എന്നിരുന്നാൽ കൂടിയും അതിലേക്ക് നമ്മൾ മുങ്ങിപ്പോവരുത്. മിക്കവാറും സംഭവിക്കുന്ന സൗഹൃദങ്ങളിൽ മുങ്ങിപ്പോവുക, മദ്യപാനത്തിൽ മുങ്ങിപ്പോവുക, അനാവശ്യ യാത്രകൾ വേണം. നോളജ് കിട്ടുന്ന സംഭവമാണ് യാത്രകൾ, എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അനാവശ്യമായി വെറുതെ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക. ഇന്ന് നമ്മൾ കാണാറുണ്ടല്ലോ, നിരത്തിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ ധാരാളം തേനീച്ചക്കൂട്ടങ്ങൾ പോകുന്ന പോലെ വെറുതെ യാത്ര ചെയ്യുന്ന കുട്ടികളെ കാണും. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ചിലരോടൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്ന ചില കുട്ടികളെയൊക്കെ, അയൽവാസി കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ എന്തത്ര സ്പീഡിൽ അങ്ങോട്ട് പോകണ്ട, ഒന്നുമില്ലേ ചെയ്യും, അവിടെ വെറുതെ പോയതാ, അവിടെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു, വെറുതെ എന്നിട്ട് കണ്ടോ, ഇല്ല അവൻ പോയിട്ടുണ്ടായിരുന്നു. ആ യാത്ര എന്തിനാ? അതിലെന്തെല്ലാം സംഭവിക്കപ്പെടാം. അപ്പോൾ നിങ്ങൾ ആ സമയത്തെ വില കൊടുക്കൂ. സമയത്തിന് വില കൊടുക്കാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നലെ ജീവിക്കാൻ പറ്റില്ല. ഈ സമയത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കി ഈ 16 മണിക്കൂറിൽ നിങ്ങൾക്ക് 16 മണിക്കൂറിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് ചെയ്യുക. 8 മണിക്കൂർ വൃത്തിയായിട്ട് ഉറങ്ങുക, എന്നിട്ടത് ഫ്യൂച്ചറിലേക്ക് കണക്ട് ചെയ്യുക.
അപ്പോൾ എന്തായി? ഫ്യൂച്ചറിലേക്കുള്ള ആശങ്ക നിങ്ങൾ ഒഴിവായി. കാരണം നിങ്ങൾ ഇന്ന് ചെയ്യാനുള്ള കാര്യം ചെയ്തു വെച്ചു. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഇന്ന കാര്യം ഞാൻ ചെയ്തു, പിന്നെ എന്തിനാ എനിക്ക് ആശങ്ക? പാസ്റ്റ് ലൈഫിനെ എടുത്തിട്ട്, അതായത് കഴിഞ്ഞ ആ ഒരു ഭാരങ്ങളെ എടുത്ത് ബാഗേജ് ഓഫ് ബേർഡൻ ആയിട്ട് നിങ്ങൾ ഷോൾഡറിൽ ക്യാരി ചെയ്യണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമാണെങ്കിൽ ഈ നിമിഷത്തിൽ നിങ്ങൾ പറഞ്ഞു തീർക്കൂ. അതിനെ ക്യാരി ചെയ്യണ്ട. ക്യാരി ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും പാസ്റ്റിലേക്ക് കണക്ട് ചെയ്യും. നാളെ ഇപ്പം ഉറങ്ങാൻ കിടന്നു, ഇന്നൊരു വിഷയം നടന്നു, അതിനുശേഷം ഉറങ്ങാൻ കിടന്നു, ഈ ചിന്തയായിരിക്കില്ലേ നമ്മളെ കണക്ട് ചെയ്യുന്നത്. അത്രയും പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വിഷയം ഉണ്ടാക്കണ്ടായിരുന്നു. അവിടെയും കണക്ട് ചെയ്യും. ബോത്ത് സൈഡ്, രണ്ട് സൈഡും അത് കണക്ട് ചെയ്യും. ഈ ചിന്തകളോടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം നമ്മൾ മൊബൈൽ എടുത്ത് നോക്കും, ആരെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കാര്യത്തിന് എന്തായി. വീണ്ടും നമ്മുടെ ചിന്തകൾ, നമ്മൾ ആ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ഈ ചിന്തകൾ. അപ്പോൾ സമയം പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ചിന്തകളിൽ ഇങ്ങനെ. അത് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ഓയ്യോ 8 മണിയായി 9 മണിയായി, ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റ്. നിങ്ങൾക്ക് ആ മോർണിംഗ് സമയത്തെ ആ നിങ്ങളുടെ ബ്രെയിനിലുള്ള ആ ഒരു അവസ്ഥയെ കോൺഷ്യസ് മൈൻഡിൽ ആസ്വദിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. വായി പിടിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു, ഓഫീസിലേക്കോ ബിസിനസ്സിലോ എന്താണോ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് പോയി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയെ ബുദ്ധിമുട്ടിച്ചു, പുറത്തുനിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചു, അത് നിങ്ങൾക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി, നിങ്ങളുടെ പ്രാഥമിക കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. പല കാര്യങ്ങളും, ഇത് ബേസിക്കായ കാര്യങ്ങളാണ്. വലിയ റോക്കറ്റ് സയൻസ് ഒന്നും നമുക്കിവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ബേസിക്കായ കാര്യങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ മതി. ഞാൻ എപ്പോഴും വളരെ ലൈറ്റായിട്ട് സംസാരിക്കുന്നത് കൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങളെ, തത്വങ്ങളെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർ, ഞാൻ ഉൾപ്പെടുന്ന സാധാരണ മനുഷ്യർക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, ചെയ്യില്ല. ഇതെന്തോ വലിയ സംഭവമാണ്, നമ്മളൊന്നും കൂട്ടിയാൽ കൂടില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അത് നമ്മളോട് തന്നെ ചെയ്യുന്ന ചതിയാ. അഡ്മിറ്റ് ചെയ്തു, ശരിയാവില്ല, നമുക്കത് വർക്ക് ചെയ്യില്ല, നമ്മളതിനെ മാറ്റി വെച്ചു, കഴിഞ്ഞു. പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസിനെയാണ് നിങ്ങൾ മോശമാക്കി കളഞ്ഞത്. മറ്റു കാര്യങ്ങൾ പലതും ആലോചിച്ച് നിങ്ങൾക്ക് ആ പ്രസൻറ്റ് മൂമെൻറ്റിൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല, പറയാൻ പറ്റില്ല. ഓക്കെ, ഇത് വർക്കൗട്ട് ആവില്ല കേട്ടോ, വളരെ സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് പറയാം, ഇത് വർക്കൗട്ട് ആവില്ല. അല്ലെങ്കിൽ വർക്കൗട്ട് ആവുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം, ഒന്നുകൂടെ നമുക്ക് ഇരിക്കാം. അവിടെ ഒരു പ്രതീക്ഷ വന്നില്ലേ? ഈ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾക്ക് ഈ പ്രതീക്ഷയിലൂടെയാണ് പോകുന്നത്. അതാണ് ഫ്യൂച്ചറിനെ കണക്ട് ചെയ്യും എന്ന് പറയുന്നത്. പ്രതീക്ഷയാണ് ഫ്യൂച്ചറിനെ കണക്ട് ചെയ്യുന്നത്. അല്ലാതെ പദം പറച്ചിലും മറ്റു കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ലൈഫിൽ കൊണ്ടുവന്നാൽ ഫ്യൂച്ചറിനെ കണക്ട് ചെയ്യില്ല. ഫ്യൂച്ചറിനെ കണക്ട് ചെയ്ത് നമ്മൾ ഫ്യൂച്ചറിൽ അങ്ങേ തലത്തിൽ എത്തും എന്നുള്ള അമിതമായ ഉത്കണ്ഠ ഈ നിമിഷത്തിൽ നിങ്ങൾ കണക്ട് ചെയ്താൽ അതും വർക്ക് ചെയ്യില്ല. ഇന്നിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വൃത്തിയോടുകൂടി, നോളജോടുകൂടി, എക്സ്പീരിയൻസോടുകൂടി ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ ഈ പറയുന്ന സക്സസ്സിലേക്ക് എത്താൻ സാധിക്കും.